അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ഈമാനോടുകൂടി സ്വർഗാവകാശിയായി മരണപ്പെട്ടു പോകാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. അതിൻ്റെ ഭാഗമായി വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ തിരുത്തേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് സൂചിപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത്. രണ്ടു തരത്തിൽ നമ്മൾക്കിടയിൽ നിന്ന് മരണമുണ്ടാകാറുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ നല്ല മരണം എന്നതുകൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് സ്വർഗാവകാശിയായി മരണപ്പെട്ടു പോവുക എന്നതാണ്. ചീത്ത മരണം എന്നതുകൊണ്ട്, എടങ്ങേറുള്ള മരണം എന്നതുകൊണ്ട് ഇസ്ലാം കാണുന്നത് ഒരാൾ നരകാവകാശിയായി മരണപ്പെട്ടു പോവുക എന്നതാണ്. സഹോദരങ്ങളെ, എങ്കിൽ എന്താണ് നല്ല മരണത്തിനും ചീത്ത മരണത്തിനുമുള്ള ഇസ്ലാമികമായ മാനദണ്ഡം എന്താണ്? ഒരാൾ സ്വർഗാവകാശിയായി നല്ല മരണം കൈവരിച്ചു പോവുക എന്നതിന് ഇസ്ലാമിൽ പറയുന്ന മാനദണ്ഡം എന്താണ്? ഒരാൾ നരകാവകാശിയായി ചീത്ത മരണം അനുഭവിച്ച് ഈ ദുനിയാവിൽ നിന്ന് വിട പറയുക എന്നതിന് ഇസ്ലാം വെച്ച മാനദണ്ഡം എന്താണ്? മറ്റു മതങ്ങളിൽ നല്ല മരണത്തിനും ചീത്ത മരണത്തിനും വ്യത്യസ്തങ്ങളായ നിലപാടുകളുള്ള മതങ്ങളുണ്ട്. ഒരാൾ മരിച്ച ദിവസം വിശേഷപ്പെട്ടൊരു ദിവസമാണെങ്കിൽ അതുവഴി അയാൾ സ്വർഗത്തിന് വിധേയമാകും എന്ന് വിശ്വസിക്കുന്ന ഇതര മതസ്ഥരുണ്ട്. ഒരാൾ മരണപ്പെടുന്ന നാട്, മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള വ്യക്തികൾ, മാസം, സമയം, കുടുംബം, ഇതെല്ലാം പരിഗണിച്ച് അയാൾ നല്ല മരണമാണോ ചീത്ത മരണമാണോ എന്ന് അനുമാനങ്ങളിലേക്ക് എത്തുന്ന, ഒരു വേള ഉറപ്പിച്ചു പറയുന്ന ഇതര മത ചിന്താധാരകളുണ്ട്. എന്നാൽ ഇസ്ലാം വളരെ വ്യക്തമായി സ്വർഗ നരകങ്ങൾക്കും നല്ല മരണത്തിനും ചീത്ത മരണത്തിനും മാനദണ്ഡം ഇസ്ലാം പഠിപ്പിച്ചു. ആ മാനദണ്ഡം വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. ഒരാൾ ശരിയായ തൗഹീദ് വിശ്വാസം ശരിയാവുക, ഒന്ന് വിശ്വാസം ശരിയാകുക. വഅമിലു സ്വാലിഹാത്ത്, അതനുസരിച്ച് അള്ളാഹു പറഞ്ഞ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ചെയ്യുക. ഉലൈക അസ്ഹാബുൽ ജന്ന, അവരാണ് സ്വർഗാവകാശികൾ. ഹും ഫീഹാ ഖാലിദൂൻ, അവരാ സ്വർഗത്തിൽ നിത്യവാസികളായിരിക്കും. നമ്മൾ വളരെ ക്ലിയറായി അല്ലാഹ് പറയാണ്,
വിശ്വാസവും സൽക്കർമ്മവും ഉള്ളവനാണ് നല്ല മരണം ലഭിക്കുക, അവനാണ് സ്വർഗീയ മരണം ലഭിക്കുക. ആർക്കാണ് ചീത്ത മരണവും നരകത്തിലേക്കുള്ള മരണവും ലഭിക്കുക? ബലാമൻ കസബ സയ്യിഅത്ത് വഅഹാതത് ബിഹി ഖതീഅത്തുഹു ഫഉലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ. ഒരാൾ പടച്ചവനിൽ നിന്ന് തെറ്റുകളിലേക്ക് ജീവിതത്തെ കൊണ്ടുപോയി. വിശ്വാസമാകട്ടെ കർമ്മങ്ങളിലാകട്ടെ പടച്ചോൻ ഇഷ്ടല്ലാതെ തഖ്വല്ലാതെ ജീവിച്ചു എങ്കിൽ അവർക്കാണ് ചീത്ത മരണവും നരകവും ഉള്ളത്. നമ്മൾ വളരെ കൃത്യമായിട്ട് അള്ളാഹു ഇത് നമ്മളെ പഠിപ്പിക്കാൻ, ഏതെങ്കിലും ഒരു ദിവസം കൊണ്ടോ മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കൊണ്ടോ അല്ലെങ്കിൽ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ അല്ല ഇസ്ലാമിൽ സ്വർഗ നരകങ്ങളെ കുറിച്ചുള്ള വിശ്വാസം. ഇതൊരു ഭാഗ്യ പരീക്ഷണമല്ല, അധ്വാനിച്ച് നേടേണ്ട വിശ്വാസത്തിലൂടെ കരസ്ഥമാക്കേണ്ട അനുഭൂതിയാണ്, സമ്മാനമാണ് സ്വർഗം എന്ന് പറയുന്നത്. പക്ഷെ സങ്കടകരമായൊരു കാര്യം, നമ്മൾ മുസ്ലിം സമുദായത്തിൽ ഒരു വേള തൗഹീദുള്ളവർ പോലും അറിഞ്ഞോ അറിയാതെയോ ഇതര മതവിശ്വാസികളുടെ കൂടെ ജീവിച്ചത് കൊണ്ടാകാം അതേ വിശ്വാസം നമ്മളിലും കടന്നുകൂടിയതായി കാണാം. ഒരു വേള നമ്മൾ നാവ് കൊണ്ട് പറയുന്നില്ലെങ്കിലും മനസ്സിൽ നിന്ന് ഇതേ ചിന്തകൾ. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിൽ ഒരു പണ്ഡിത കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തി, ആ വ്യക്തി ഒരു വെള്ളിയാഴ്ച അദ്ദേഹത്തിന്റെ കുടുംബം എല്ലാവരും ഉള്ളതിനിടയിൽ വെച്ച് അവരോട് സംസാരിച്ചാണ് മരിച്ചു പോയാൽ ആ മരണത്തെ പറ്റി നമ്മുടെ അഭിപ്രായം എന്താന്ന് ചോദിച്ചാൽ, ഒരു സാധാരണ മുസ്ലിം എന്താ പറയോ, റാഹത്തുള്ള ഒരു മരണട്ടോ. എന്താ സുഖങ്ങളെ റാഹത്തുള്ള മരണം എന്ന് പറയാനുള്ള മാനദണ്ഡം എന്താണ്? അദ്ദേഹം നിസ്കരിച്ച് നോമ്പോറ്റ് അള്ളാനെ സൂട്ടി ജീവിച്ച ഒരാളായിരുന്നു, അൽഹംദുലില്ലാ റാഹത്തുള്ള മരണം ആണോ? അല്ല. മറിച്ചെന്താ അറിയോ, അദ്ദേഹത്തിന് പടച്ചോനെ ഒരു പണ്ഡിത കുടുംബത്തിൽ ജനിക്കാൻ കഴിഞ്ഞല്ലോ, അതാണ് നല്ല മരണത്തിന് നമ്മൾ കാണുന്ന അടയാളം. 2, ഒരുപാട് ദിവസം ഉണ്ടായിട്ടും വെള്ളിയാഴ്ച തന്നെ മരിച്ചല്ലോ, നല്ല മരണത്തിന്റെ അടയാളാണ് നമ്മൾ കാണുന്നത്. പടച്ചോനെ അവിടെ ഇവിടെ ഒറ്റപ്പെട്ട് മരിച്ചല്ലോ, കുടുംബക്കാരെല്ലാരും കൂടി വർത്താനം പറഞ്ഞ് പേരക്കുട്ടിന് ഉമ്മയും വെച്ച് മരിക്കാൻ കഴിഞ്ഞല്ലോ. ഇങ്ങനെ ഒരു മാനദണ്ഡം എങ്ങനെയാണ് മുസ്ലിം സമുദായത്തിൽ തൗഹീദുള്ള നമ്മളിലും കടന്നുകൂടിയത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് ഇസ്ലാമല്ല, ഇത് ഇസ്ലാമേ അല്ല. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാളും അറിയപ്പെടാത്തൊരു സാധാരണ ഒരു പെയിന്റ് പണിക്ക് പോണ ഒരാള്, അയാൾ നമ്മുടെ ജില്ല വിട്ട് മറ്റൊരു ജില്ലയ്ക്ക് പണിക്ക് പോകാൻ, ആ പണി എടുത്തുകൊണ്ടിരിക്കെ മുകളിൽ നിന്ന് താഴേക്ക് വീണ് മരിച്ചു. ആൾക്കാർ 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത് എന്ന് വെക്കുക. ആ മരണത്തെപ്പറ്റി നമ്മുടെ അഭിപ്രായം എന്താ? നമ്മൾ പറയും പടച്ചോനെ വല്ലാത്തൊരു ഇടങ്ങേറുള്ള മരണട്ടോ, ഇങ്ങനൊന്നും മരിക്കാൻ എന്നാ മതിയായിരുന്നു. അങ്ങനെ നമ്മൾ പറഞ്ഞതിന്റെ മാനദണ്ഡം എന്താ? അദ്ദേഹം അറിയപ്പെടുന്ന ഒരാളൊന്നല്ല, പിന്നെ കൂലിപ്പണിക്കാരനാണ്, പിന്നെ ഒരു ചൊവ്വാഴ്ച അല്ലെങ്കിൽ ഏതെങ്കിലും തിങ്കളാഴ്ച ദിവസം മരിച്ചതാണ്, കെട്ടിടത്തിന്റെ താഴത്തേക്ക് വീണ് മരിച്ചതാണ്. അതിലെന്താ നമുക്ക് സമാധാനിക്കാനുള്ളത്? അദ്ദേഹം മുഅ്മിനാണോ, അദ്ദേഹം പടച്ചോൻ ഇഷ്ടപ്പെട്ട ആളാണോ, പടച്ചോന് വെറുക്കപ്പെട്ട ആളാണോ എന്നത് നമ്മുടെ ചിന്തയിൽ പോലും വരുന്നില്ല. ഇത് നമ്മൾ മാറണം, ഇത് മാറണം. ഇസ്ലാമികമായ ഒരാൾ പണ്ഡിത കുടുംബത്തിൽ ജനിച്ചാലും മുത്തവല്ലി കുടുംബത്തിൽ ജനിച്ചാലും ബാപ്പിയും വല്യാപ്പി എളാപ്പാനും കുടുംബവും ഒക്കെ ഹജ്ജും ഉംറയും പള്ളിക്കും സ്വതക്കക്കും മദ്രസക്കും ദീനിയായ കാര്യത്തിനൊക്കെ ദാനധർമ്മം ചെയ്യുന്ന കുടുംബമാണെങ്കിലും സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും സ്വർഗം കിട്ടണമെങ്കിൽ ആ കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളതുകൊണ്ട് കഴിയൂല. നമ്മൾ പടച്ചോൻ ഇഷ്ടപ്പെട്ടവനായി ജീവിക്കണം. നമ്മൾ ദീനിയായി ജീവിച്ചോ എങ്കിൽ അയാൾക്ക് സ്വർഗമുണ്ട്. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ എത്ര വ്യക്തമായിട്ടാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞെടുത്ത് നൂഹ് നബിയുടെ മകനെ പറ്റി ഖുർആൻ പറഞ്ഞറിയോ, യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക്. നൂഹേ അതെന്റെ കുട്ടിയല്ലടാ, നൂഹ് അതെന്റെ കുട്ടിയല്ല. എന്തേ നൂഹ് നബിയുടെ മകനെ പറ്റി അതെന്റെ കുട്ടിയല്ല എന്ന് പറയാൻ കാരണം, നബിയുടെ മകനായി ജനിച്ചിട്ടും പ്രവാചകന്റെ മകനായി ജനിച്ചിട്ടും അതേ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടും അതേ തൗഹീദിന്റെ പടവാളായ ആ നാട്ടിൽ 950 കൊല്ലം തൗഹീദ് പ്രബോധനം ചെയ്ത വാപ്പാന്റെ മകനായിട്ടും അല്ലാഹു പറയാൻ, നൂഹേ നിന്റെ കുട്ടി സ്വർഗാവകാശി അല്ല. എന്തേ കാരണം? ഇന്നഹു അമലുൻ ഗൈറു സ്വാലിഹ്, അവൻ സൽക്കർമ്മിയായി ജീവിച്ചില്ല, നീ ദീനിയായി ജീവിച്ചു. നൂഹേ നിനക്ക് സ്വർഗമുണ്ട്, നിനക്ക് സ്വർഗമുണ്ട്. നിന്റെ മകൻ ദീനിയല്ലേ, തങ്ങൾ കുടുംബാണ്, സ്വർഗല്ല. മൗലവി കുടുംബാണ്, സ്വർഗല്ല. അന്ധവിശ്വാസാണ്, അന്ധവിശ്വാസമാണത്.
ഏത് സയ്യിദന്മാരുടെ കുടുംബത്തിലാകട്ടെ, പണ്ഡിതന്മാരുടെ കുടുംബത്തിലാകട്ടെ, മുഫ്തിമാരുടെ കുടുംബത്തിലാകട്ടെ, മുത്തവല്ലിമാരുടെ കുടുംബത്തിലാകട്ടെ, അവനവൻ സ്വർഗത്തിന് വേണ്ടി അധ്വാനിച്ചോ അവന് സ്വർഗം ഉണ്ടാകും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാപ്പനെ കുറിച്ച് ഖുർആൻ പറഞ്ഞ വാചകം എന്താ? ഇതുപോലെ പറഞ്ഞ്, ഇബ്രാഹിമേ, എങ്ങനെയാണ് എന്റെ വാപ്പാക്ക് സ്വർഗം കൊടുക്കുക? നിന്റെ വാപ്പയാണെന്നുള്ളതുകൊണ്ടോ? അതെങ്ങനെ ഇബ്രാഹിമെ നടക്കുക? ഇന്നി ഹറംതു അൽ ജന്നതു അലൽ കാഫിരീൻ. ഇബ്രാഹിമേ, ഞാൻ എന്നെ നിഷേധിച്ച് ജീവിക്കുന്നവർക്ക് നരകം എന്ന് പറഞ്ഞില്ലേ, അത് എന്റെ ഉപ്പവെട്ടിലെ, അതിൽ നിന്റെ ഉപ്പവെട്ടില്ലേ ഇബ്രാഹിം? എത്രയാണ് ഇസ്ലാം അത് പറഞ്ഞു തരുന്നത്? നമ്മുടെ ധാരണയെ ഖുർആൻ മാറ്റിയാണ്. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും നൂഹ് നബിയുടെയും ഭാര്യമാരെ പറ്റി പറഞ്ഞെടുത്തും ഇതുപോലെയാണ് ഖുർആൻ പറഞ്ഞത്. വിശ്വാസികളായ നമ്മൾക്ക്, പ്രത്യേകിച്ച് സഹോദരിമാരോട് എന്താ പറഞ്ഞെന്നറിയോ? കാനത്താ തഹത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹൈൻ. ലൂത്ത് നബിന്റെ നൂഹ് നബിന്റെ ഭാര്യമാരെ കുറിച്ച് അള്ളാഹ് പറഞ്ഞ ആദ്യത്തെ വാക്കെന്തറിയോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 അടിമകളുടെ ഭാര്യമാരായിരുന്നു അവർ. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 2 ഭർത്താക്കന്മാരുടെ കൂടെ ജീവിച്ചിട്ട്, ആ വീട്ടിൽ അവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്തിട്ട്, അവിടെ സന്തോഷത്തിൽ ഒരുമിച്ച് ജീവിച്ചിട്ട്, ഫഖാനതാഹുമാ, പക്ഷെ അവർ വഞ്ചന കാണിച്ചു. ഭാര്യമാർ എന്താ വഞ്ചന? ഭക്ഷണത്തിൽ സയനൈഡ് കലക്കി കൊടുത്തോ? അതാണോ വഞ്ചന? ആണോ? അല്ല. പരപുരുഷ ബന്ധമുണ്ടാക്കിയോ? അതാണോ വഞ്ചന? അല്ല. പിന്നെയോ? ഭർത്താക്കന്മാർ ദീനിയായി ജീവിച്ചപ്പോൾ അവർ ദീനിയാകാതെ ജീവിച്ചു. അവർ കല്യാണങ്ങൾക്കൊന്നിച്ചു പോയി, സൽക്കാരങ്ങൾക്കൊന്നിച്ചു പോയി, ശാരീരികമായ സന്തോഷങ്ങൾ പങ്കുവെച്ചു, മക്കളുണ്ടായി. പക്ഷെ അവർ ദീനിയായി ജീവിച്ചില്ല. അള്ളാന്റെ വാക്കെന്തറിയോ? ഫലൻ യുഗ്നിയ അൻഹുമാ മിനല്ലാഹി ശൈഅൻ. അവരിൽ നിന്ന് ഒരൊറ്റ ചെറിയ പ്രവർത്തനം പോലും പടച്ചോൻ സ്വീകരിച്ചില്ല. വഖീല ദുഖുലൻ നാറ മഅദ്ദാഖിലീൻ. അവരോട് നരകത്തേക്കാണ് പോകാൻ പറഞ്ഞു. ഇതെന്തിനാ നിങ്ങൾ എങ്ങനെ പറഞ്ഞറിയോ? സ്വർഗം ഭാഗ്യപരീക്ഷണമല്ല, തറവാടിത്തത്തിന്റെ പേര് കിട്ടുന്നതല്ല, മൗലവി കുടുംബത്തിനും തങ്ങൾ കുടുംബത്തിനും കിട്ടുന്നതല്ല, അധ്വാനിച്ചോന് കിട്ടണാണ്. അത് പെയിന്റ് പണിക്കാരനും റബ്ബർ വെട്ടാരനും അധ്യാപകനും ബിസിനസ്സുകാരനും പ്രസിഡന്റിനും സെക്രട്ടറിക്കും ആർക്കും, ആരാണോ പടച്ചോനെ സൂക്ഷിക്കുന്നത് അവനാണ് സ്വർഗം. അല്ല നാട്ടിലത്തെ എല്ലാ മൗലവിമാരും കൂടി വന്ന് മയ്യത്ത് സ്കരിച്ചു, പടച്ചോനെ സൂക്ഷിക്കാത്തവന് സ്വർഗം കിട്ടൂല. അത് നമ്മുടെ ധാരണയിലെ തെറ്റാണ്. മറ്റു മതങ്ങളിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എന്ത്? അവിടെ നിന്ന് പണ്ഡിതന്മാർ ഒന്നിച്ച് നിസ്കരിച്ചത് കൊണ്ട് മാത്രം ഇവർക്ക് സ്വർഗം കിട്ടൂല. ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചില്ല. അതുകൊണ്ട് ആ ഖുർആൻ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞത് വല്ലദീന ആമനു. വീണ്ടും പറയാൻ, വിശ്വാസം ശരിയാകണം. വഅമലു സ്വാലിഹാത്ത്, സൽക്കർമ്മം ഉണ്ടാകണം. എങ്കിൽ അള്ളാഹുവിന്റെ വാക്ക് സനുദ്ഖിലുഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ. അവർക്കാണ് ഒരിക്കലും അസ്തമിക്കാത്ത സ്വർഗമുള്ളത്. ഇത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. 1. 2 എന്താ അറിയുങ്ങളെ? നമ്മുടെ നാട്ടിൽ നല്ല മരണവുമായി ബന്ധപ്പെട്ട നല്ല മരണം, ഒരാൾ കെലിമ ചൊല്ലിക്കൊണ്ട് മരിച്ചാൽ അയാൾക്ക് സ്വർഗം കിട്ടും. ശരിയും തെറ്റും വേർതിരിച്ച് മനസ്സിലാക്കേണ്ട ഭാഗാട്ടോ. ശരിയും തെറ്റും വേർതിരിച്ചു മനസ്സിലാക്കുന്ന ഈ വിഷയത്തിൽ ഒരാൾ കെലിമ ചൊല്ലിക്കൊണ്ട് മരിച്ചാൽ അയാൾക്ക് സ്വർഗം കിട്ടും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മളോട് പറയട്ടോ, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മരണാസന്നനായി കിടന്നാൽ ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ മരണാസന്നനായി കിടക്കുന്ന ആൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണം. നമ്മുടെ മേൽ ബാധ്യതയാണ്. ചൊല്ലണം. പരമാവധി ചൊല്ലിപ്പിക്കാൻ വേണ്ടി അവരോട് ആവർത്തിച്ച് ചൊല്ലിക്കൊടുക്കണം. ഒരു സംശയമില്ല. എന്നാൽ നമ്മൾ ചൊല്ലിക്കൊടുത്തു എന്ന് അവർ അത് കേട്ട് ചൊല്ലി എന്നതുകൊണ്ടും ഇനി അഥവാ ചൊല്ലിയില്ല എന്നതുകൊണ്ടും അത് അവരുടെ സ്വർഗത്തിനും നരകമോചനത്തിനും കാരണമാകുമോ? ഇല്ല. ഇത് നമ്മൾ ശരിക്കും അറിയണം കേട്ടോ. അപ്പൊ നമ്മുടെ മനസ്സിൽ ഒരു ഹദീസ് വരികയാണ്. ആ ഹദീസ് നമുക്ക് പറഞ്ഞാൽ പൂർണ്ണമാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ആഖിറു കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ശരിക്ക് പഠിക്കണം. ഒരാൾ അയാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ അയാൾക്ക് സ്വർഗം ഉണ്ടാകും. ഇതാണ് നമുക്ക് അറിയുന്നത്. നമ്മൾ അവിടെ നിർത്തി. അതാ പ്രശ്നം. അതാണ് നമ്മളിൽ അറിയാതെ അന്ധവിശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ അവിടെ നിർത്തി. ഇത് പ്രവാചകൻ പഠിപ്പിച്ചു സഹാബാക്കൾ. എന്ത്? അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ സ്വർഗം കിട്ടും. അപ്പൊ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എല്ലാവരോടും പോയിട്ട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം വന്നിട്ട് നബിയോട് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഒരു പ്രശ്നമുണ്ട്. സഹാബാക്കള്
ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് അവസാനം പറഞ്ഞാൽ സ്വർഗം കിട്ടും. അതുകൊണ്ട് അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണോ നബി അതുകൊണ്ട് ഉദ്ദേശിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാരും വിളിച്ചു 3 തവണ ഈ ഹദീസ് വിശദീകരിച്ചു കൊടുത്തു. എന്താ പ്രവാചകൻ പറഞ്ഞ വാക്കറിയോ? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ മിൻ ഖൽബിഹി ദഖലൽ ജന്ന. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ അനുസരിച്ച് ഈമാൻ കൊണ്ട് ജീവിച്ചാൽ അയാൾക്ക് സ്വർഗ്ഗം ഉണ്ടാകും. അത് അയാൾക്ക് പറയാൻ കഴിഞ്ഞാൽ ഒന്നുകൂടി ഉറപ്പിക്കാം. ഒരാൾ അള്ളാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ച് ശിർക്ക് ചെയ്യാതെ, ഏലസ് കെട്ടാതെ, ഐക്കല്ലെട്ടാതെ, പടച്ചോനല്ലാത്തവർക്ക് നേർച്ചെന്ന് ഭക്ഷണം കഴിക്കാതെ, പടച്ചോനെ പിടിച്ചല്ലാതെ സത്യം ചെയ്യാതെ, ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും തൗഹീദ് കളഞ്ഞു കുളിക്കാതെ ധീരമായി ജീവിച്ച ഒരാൾക്ക് സ്വർഗ്ഗം ഉണ്ടാകും. വീണ്ടും നബി പറയാൻ, മൻ ശഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ ദഖലൽ ജന്ന. ഒരാൾ ആത്മാർത്ഥമായി ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കനുസരിച്ച് ജീവിച്ച് അതയാൾക്ക് പറയാൻ കിട്ടിയാൽ സ്വർഗ്ഗം ഉണ്ടാകും. ഇതിൽ നമ്മൾ ഈ 2 ഇനി പറയാൻ പോണ ഒരു ഹദീസുണ്ട്. ഈ പറഞ്ഞ ഹദീസ് മൊത്തം നമ്മൾ വായിക്കേയില്ല. എന്നിട്ട് എന്താ അറിയോ? ഒറ്റ വാചകാണ്. മരിക്കാൻ നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ സ്വർഗ്ഗം കിട്ടും. അതിന്റെ സങ്കടം എന്താ അറിയോ? അതിന്റെ സങ്കടം, നമ്മൾ ദീനിയായി ജീവിക്കണ ഏതെങ്കിലും ഒരു വാപ്പാക്കോ അമ്മാക്കോ മക്കൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കാൻ അവസരം കിട്ടാത്ത ചില സന്ദർഭം ഉണ്ടാവും. വെന്റിലേറ്ററിലായി മരിച്ചു, വിദേശത്തായി മരിച്ചു, നമുക്ക് സങ്കടം ബാക്കിയാകാണ്. പടച്ചോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ, പടച്ചോനെ അതിന് കഴിഞ്ഞില്ലല്ലോ. സഹോദരങ്ങളെ, അതിൽ സങ്കടപ്പെടണ്ട. നമ്മക്കാവതുണ്ടോ ചൊല്ലിക്കൊടുക്കണം. എന്നാൽ ചൊല്ലാൻ ചിലപ്പോൾ അവർ നാവ് കൊണ്ട് വെളിവാക്കി ചൊല്ലാൻ കഴിഞ്ഞില്ല എന്ന് വരാം. ചിലപ്പോൾ മനസ്സിലവർ ചൊല്ലി എന്ന് വരാം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്താ വിമാനാപകടങ്ങൾ ഉണ്ടായില്ലേ? മലേഷ്യൻ വിമാനം കടലിൽ പോയി ഒന്നിച്ചായില്ലേ? അവർക്ക് എവിടെയാ സമയങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സമയം ഉണ്ടാകുക? ഇല്ലല്ലോ. ചൂരൽമലയിൽ ഒരൊറ്റ ദിവസം കൊണ്ട് മഴവെള്ളപ്പാച്ചിൽ എത്ര മനുഷ്യരാണ് മണ്ണിന്റെ അടിക്ക് പോയത്? അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കാൻ ആരാണ്ടായത്? എത്ര വിമാനാപകടങ്ങൾ മ്യാൻമാറിൽ ഈ അടുത്ത് നടന്നിട്ടുള്ള ഭൂകമ്പത്തിൽ എത്ര മനുഷ്യന്മാർ മരിച്ചു? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കാൻ ആരാർക്ക് കഴിഞ്ഞത്? വെന്റിലേറ്ററുകളിൽ, ആശുപത്രികളിൽ, ഓപ്പറേഷനിടയിൽ ജീവിതത്തിൽ മരണപ്പെട്ടോണ ആൾക്കാരില്ലേ? എന്താ മനസ്സിലാക്കേണ്ടത് അറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിലുണ്ടോ? അയാൾക്ക് ഉറക്കെ പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും മനസ്സിൽ പറഞ്ഞാലും അയാൾക്ക് സ്വർഗ്ഗമുണ്ട്. അയാൾക്കിനി ഒരാൾക്ക് സംസാരിക്കാൻ കഴിയാത്ത ഒരാളാണെങ്കിലോ അയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനം പറയാൻ കഴിയോ? പ്രവാചകൻ പഠിപ്പിച്ചെന്താ അറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ശിർക്ക് ചെയ്യാതെ ജീവിച്ച ഒരാൾ, പടച്ചോൻ ഇഷ്ടപ്പെട്ട് ജീവിച്ച ഒരാൾ, അയാൾക്ക് നിങ്ങൾ അയാൾ അവസാന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ മനസ്സുകൊണ്ടോ നാവ് കൊണ്ടോ ശ്രമിച്ചാലും അയാൾക്ക് സ്വർഗ്ഗം ഉണ്ടാകും. ഇനി ഒന്നുകൂടി പറയാൻ, നമ്മൾ നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തു. ശരിക്കും മനസ്സിലാക്കാനാട്ടോ. കാരണം സംഘടനകൾ, പാർട്ടികളൊക്കെ പറയും ഞങ്ങളുടെ നേതാവ് അവസാന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടാ മരിച്ച്. ഞാൻ വ്യക്തിപരമായിട്ട് പറയാൻ, എന്റെ കുടുംബത്തിൽ ഒരാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ ചൊല്ലിക്കൊടുത്തു. അയാൾ ഉറക്കെ ആളുകൾ മുഴുവൻ കേൾക്കുന്ന രൂപത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിന്ന് വെക്കുക. അതുകൊണ്ട് അയാൾക്ക് സ്വർഗ്ഗമുണ്ടോ? ഉണ്ടെങ്കിൽ യുവാക്കളെ, വിശ്വാസികളെ, പരിശുദ്ധ ഖുർആൻ 10-ാം അധ്യായം സൂറത്ത് യൂനിസിലെ 90-ാമത്തെ ആയത്ത് ഖുർആൻ വീട്ടിൽ പോയിട്ട് നോക്കണം. 10:90 സൂറത്ത് യൂനിസിലെ 90-ാമത്തെ ആയത്ത്. ഞാൻ ആ പറഞ്ഞ സന്ദർഭം വായിക്കാൻ. കാല, ഒരാളുടെ മരണരംഗം ഖുർആൻ പറയട്ടെ. ഒരാളുടെ മരണരംഗം. ആമൻതു, അയാളുടെ അവസാനത്തെ വാക്കാട്ടോ. ആമൻതു, ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. അന്നഹു ലാ ഇലാഹ ഇല്ലാ, പടച്ചോനെ നീയല്ലാതെ ഒരു ആരാധനില്ല എന്ന് ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. അല്ലദീ ആമൻതു ബിഹി ബനു ഇസ്രായീൽ, ബനു ഇസ്രായേലർ വിശ്വസിക്കുന്ന അതേ അല്ലാഹയിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. വ അന മിനൽ മുസ്ലിമീൻ, ഞാനിതാ മുസ്ലിമുമായിട്ടുണ്ട്. 3 കാര്യമാണ് ഒരാൾ മരിക്കാൻ നേരത്തെ പറഞ്ഞത്. 1, ഞാനിതാ വിശ്വാസിയായി, ഞാനിതാ മുസ്ലിമായി. 3, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് 3ഉം പറഞ്ഞിട്ട് ഒരാൾ മരിച്ചുപോയി. ആരാണ് മരിച്ചുപോയ ആൾ അറിയോ സഹോദരങ്ങളെ? അതാണ് ഫിർഔൻ. ഇതാണ് ഫിർഔൻ. ഫിർഔന്റെ അവസാനത്തെ വാക്ക്, വിഗ്രഹങ്ങളെ നിങ്ങൾക്ക് സലാം അല്ല, പിന്നെ അല്ലാഹുവേ, അല്ലാഹുവേ ലാ ഇലാഹ ഇല്ല, പടച്ചോനെ നീയല്ലാതെ ആരാധനക്കർഹനില്ല. ആമൻതു, ഞാൻ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു. വ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമായി കൊണ്ടാണ് പടച്ചോനെ. എന്താ അള്ളാന്റെ വാക്ക്? എന്താ ഫിർഔനോട് അള്ളാന്റെ വാക്ക്?
അൽ ആൻ ഫിറഔനെ വെള്ളം കയറി മരിക്കാൻ നേരത്ത്, ജീവൻ പോകാൻ നേരത്ത് അൽ ആൻ ഇപ്പോഴാണടാ, ഇതുവരെ നീ എന്നോട് ധിക്കാരം കാണിച്ചിട്ട്, ഇതുവരെ എനിക്കെതിരെ ജീവിച്ചിട്ട് മരിക്കാൻ നേരത്ത് ശ്വാസം പോകുന്നു പറയുമ്പോൾ ഇപ്പോഴാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളെ അവസാനമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ ആളുടെ പേരാ ഫിറഔൻ. അപ്പൊ അള്ളാഹ് എന്താ പഠിപ്പിക്കണത്? ഞാൻ എപ്പോഴും ആലോചിക്കട്ടോ, ഫിറഔൻ നമ്മുടെ കാലത്താണെങ്കിൽ, ഫിറഔന്റെ പേരിൽ ഇവിടെ ജാറം പൊന്തിയിട്ടുണ്ടാവും. അവസാന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് മരിച്ച ഏകാള് ഫിറഔനേകാരം. എന്നിട്ട് ഈമാൻ കിട്ടി മരിക്കാൻ ഫിറഔന്റെ ജാറത്തിലേക്ക് സിയാറത്ത് ടൂർ നമ്മളെ നാട്ടിൽ സംഘടിപ്പിക്കും. അങ്ങനെ ഖുർആൻ പറഞ്ഞതാണ്. പിന്നെ അള്ളാഹു എന്താ പറഞ്ഞറിയോ സങ്ങളെ, വിശ്വാസികളെ, പ്രവാചകൻ വീണ്ടും പഠിപ്പിക്കാൻ, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫഹിമഹാ ദഖലൽ ജന്ന. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിച്ചു, ഏലസ് കെട്ടാതെ, ഐക്കല്ല് കെട്ടാതെ, പടച്ചോനല്ലാത്ത ഒരാളെയും വിളിക്കാതെ, കഴുത്തിൽ കത്തിവെച്ചാലും ശിർക്ക് ചെയ്യാതെ, ചുട്ടനരിച്ചാലും ശിർക്കണ് ചെയ്യാതെ ജീവിച്ചു എങ്കിൽ അയാൾ ചൊല്ലിയാലും ഇല്ലെങ്കിലും, ചൊല്ലാൻ ആളുകൾ ഉണ്ടെങ്കിലും ആളുകൾ ഇല്ലെങ്കിലും, ഉറക്കെ ചൊല്ലിയാലും മനസ്സിൽ ചൊല്ലിയാലും അയാൾക്ക് സ്വർഗ്ഗം ഉണ്ടാകും. കാരണം ഹൃദയത്തിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കള്ളവെച്ച സമ്മാനമാണ് സ്വർഗം. അതുകൊണ്ട് എന്താ ചെയ്യേണ്ട അർസുങ്ങളെ? ചൊല്ലിക്കൊടുക്കണം, അത് നമ്മുടെ ബാധ്യതയാണ്. പക്ഷെ ചൊല്ലിക്കൊടുക്കുന്നയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കനുസരിച്ച് ജീവിച്ച ഒരാളാകാൻ വേണ്ടി ജീവിത കാലഘട്ടത്തെ അധ്വാനിക്കണം. ഇതിനൊന്നും നിൽക്കണില്ല. ഞാൻ പറയണം എന്താ അറിയോ, ആളുകൾ അന്ധവിശ്വാസത്തിൽ നിന്ന് അന്ധവിശ്വാസത്തിലേക്ക് പോകാൻ. ഞാൻ ഈ അടുത്ത് കുറച്ചു മുമ്പ് തൗഹീദൊക്കെ ഉള്ള ഒരാള് വന്നിട്ട് പറഞ്ഞു, പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞാണ്, മൗലവി മൂത്തമ്മ മരിച്ചു, ഞാൻ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കാരണം അദ്ദേഹം വളരെ സങ്കടത്തിൽ പറയണം, മൗലവി വളരെ സങ്കടമുണ്ട്. എന്താണ്? മൂത്തമ്മ നല്ല ദീനിയായിരുന്നു. ഞാൻ പറഞ്ഞു അതിലെന്താ സങ്കടപ്പെടാൻ, നല്ല ദീനിയായിരുന്നു, തഹജ്ജുദൊക്കെ ഉണ്ടായിരുന്നു, നിസ്കാരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് മൂത്തമ്മ ബാത്റൂമിൽ തലടിച്ചിട്ടാ മരിച്ച്. ബാത്റൂമിൽ തലടിച്ച് മരിച്ചാ എന്താ? അല്ല, അതൊരു വല്ലാത്തൊരു, അതിനൊക്കെ സ്വർഗാവകാശികൾ ഇപ്പൊ അങ്ങനെയൊക്കെ മരിക്കുവോ? ഞാൻ സത്യത്തിൽ അത്ഭുതപ്പെട്ടുപോയി. അപ്പോഴാണ് അങ്ങനെ ഒരു വിഷയം പറയണം തന്നെ ആലോചിച്ച്. ബാത്റൂമിൽ ദീനിയായി ജീവിക്കുന്ന ഒരു സഹോദരി ബാത്റൂമിൽ മരിച്ചതുകൊണ്ട് നരകം, 10 അടി അപ്പുറത്തുമായിട്ട് സിറ്റ് ഔട്ട് നിന്ന് മരിക്കുകയാണെങ്കിൽ സ്വർഗം, ഇനി ഡൈനിങ് ഹാളിൽ നിന്ന് സോഫയിൽ നിന്ന് മരിക്കുകയാണെങ്കിൽ എല്ലിയുടെ ദർജ. ഇതെന്ത് ദീനാണ്? ഇതെന്ത് ദീനാണ് സോങ്ങളെ? ഇത് ആരുടെ വിശ്വാസം? നമ്മൾ സഹോദരിമാരൊക്കെ, എനിക്കറിയാവുന്ന ഒരു പ്രദേശത്തെ പള്ളിക്കൊക്കെ വരൂല, നിസ്കരിക്കൂല, ദീനിനെ പരിഹസിക്കും, റസൂലുള്ളാഹിനെ പരിഹസിക്കും. എന്ത് പടച്ചോനങ്ങായി? അങ്ങനെയാണ് ഇവിടെ ഫലസ്തീനിൽ കുട്ടികൾ കൊല്ലപ്പെടുന്നൊക്കെ പറഞ്ഞ ഭയങ്കര തത്വമുണ്ടല്ലോ. പടച്ചോൻ എന്താ, ദീനെന്താന്ന് അറിയാത്ത എല്ലാത്തിനും പരിഹസിക്കും. ജുമാക്കും വരില്ല, ഒന്നിനും വരില്ല കേട്ടോ. അദ്ദേഹം മരിച്ചു, മയ്യത്തിങ്ങനെ കൊണ്ടുപോകണം. അപ്പൊ നാട്ടുകാരനായതുകൊണ്ട് മയ്യത്തെ നിസ്കരിക്കണം, കാരണം വിശ്വാസിയല്ല. പക്ഷെ നമ്മൾ സന്ദർശിക്കണമല്ലോ എന്നുള്ള നിലയിൽ സന്ദർശിക്കാൻ വേണ്ടി പോയി. മയ്യത്തിങ്ങനെ എടുക്കുമ്പോഴേ സ്ത്രീകൾ ഇങ്ങനെ അവസാനം ഉണ്ടല്ലോ, ഇങ്ങനെ വരുമ്പം ഗേറ്റ് വരെ അല്ലെങ്കിൽ വീടിന്റെ അവസാനം വരെ എന്നിട്ട് മയ്യത്തിങ്ങനെ കൊണ്ടുപോയി സ്ത്രീകൾ ഇങ്ങനെ പറയണേ, എന്തൊക്കെയാണെങ്കിലും വെള്ളിയാഴ്ച രാവിലെ തന്നെ മരിച്ചില്ലേ, അൽഹംദുലില്ലാ. വെള്ളിയാഴ്ച രാവിലെ മരിച്ചോണ്ട് നിരീശ്വരവാദി വിശ്വാസിയായി. നിസ്കരിക്കാത്തവന് ഖബറിൽ ചോദ്യമില്ല, കാരണം മലക്കാൾ വരുമ്പോഴേക്കും മലക്കാൾ മൻ റബ്ബുക്കാന്ന് ചോദിക്കുമ്പോ ഞാൻ വെള്ളിയാഴ്ച രാവിലെ മരിച്ച് കഴിഞ്ഞു. ഇത് എവിടുന്നാണ് നമുക്ക് കിട്ടിയത്? ഇതാണ് മറ്റു മതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അറിയാതെ സ്വാധീനിക്കപ്പെടുക എന്ന് പറയുന്നത്. ഷോക്കടിച്ചു മരിക്കുമ്പോഴേക്കും അത് മോശപ്പെട്ട മരണാണ്. വെള്ളം കുടിച്ചു മരിക്കുകയാണെങ്കിൽ അത് നല്ല മരണാണ്. അല്ല, വണ്ടി കയറി മരിക്കുകയാണെങ്കിൽ, ആക്സിഡന്റിൽ മരിക്കുകയാണെങ്കിൽ ഒരു മോശപ്പെട്ട മരണാണ്. ഗ്ലൂക്കോസ് ശരീരത്തിൽ കയറിക്കൊണ്ടിരിക്കുമ്പോൾ, ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മരിക്കുമ്പോൾ അത് നല്ല മരണാണ്. വണ്ടി കയറുകയാണെങ്കിൽ ചീത്ത മരണാണ്. ആൾക്കാരുടെ അടിയിൽ നിന്ന് മരിക്കുകയാണെങ്കിൽ നല്ല മരണാണ്. ഒറ്റപ്പെട്ട് മരിക്കുകയാണെങ്കിൽ മോശപ്പെട്ട മരണാണ്. ഇതൊന്നും ദീനായിട്ട് ബന്ധമല്ല. ദീനുമായിട്ട് അതിന് ബന്ധമുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം താഴ്ത്തുകണ് വെക്കേണ്ടി വരും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒഴികെയുള്ള ബാക്കി ഖുലഫാഉർ റാഷിദീങ്ങൾ 3 ആൾക്കാർ വാക്കണ്ടല്ലോ. 3 ആൾക്കാർ സ്വർഗത്തിലല്ല എന്ന് ഇവിടെ ഒരാൾ വാദിക്കോ? അങ്ങനെ ഒരാൾ വാദിക്കാൻ പാടുണ്ടോ? ആ 3 ആൾക്കാർ എങ്ങനെയാ മരിച്ച്? എങ്ങനെ സൗങ്ങളെ മരിച്ച്? നമ്മുടെ വാദപ്രകാരം, തൗഹീദുള്ള നമ്മുടെ വാദപ്രകാരം നല്ല പറഞ്ഞ ചീത്ത പറഞ്ഞ ഉസ്മാനുൽ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കുത്തൊണ്ട് മരിച്ചു പള്ളിക്കന്ന്. അലി റളിയല്ലാഹു അൻഹു കുത്തുകൊണ്ടിട്ട് വൻകുടലും ചെറുകുടലും പുറത്തേക്കാണ് തള്ളി. 2 കൈകളും ഇങ്ങനെ പിടിച്ചിട്ട് വയറ്റിലേക്ക് തിരിച്ച് വൻകുടലും ചെറുകുടലും അമർത്തിയിട്ടാണ് ഈ ദുനിയാവിന്ന് മരിച്ചുപോയത്.
ഉസ്മാനുൽ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വീടിന്റെ മച്ചുംപുറത്ത്, നമ്മുടെ നാട്ടില് പണ്ടുണ്ടായിരുന്ന മച്ചുംപുറല്ലേ, ആ മച്ചുംപുറത്ത് ഓതിക്കൊണ്ടിരിക്കെ ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ടാണ് വലിച്ചിട്ട് താഴത്ത് കിട്ടിട്ട് കഷ്ണം കഷ്ണാക്കി നുറുക്കിയത്. ആ മരണക്ക് ഏത് മരണം നമ്മുടെ ഭാഷ പ്രകാരം? ആ മരണം എന്താണ്? ചില റിപ്പോർട്ടിൽ കാണാം, ഉസ്മാൻ അഫ്ഫാന്റെ തല വെട്ടിയെടുത്ത് കുന്തത്തിൽ കുത്തി അങ്ങാടിയിൽ കൊണ്ടുപോയി നാട്ടീൻ. ആ മരണക്കേതാ? കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു എങ്ങനെ കൊല്ലപ്പെട്ടത്? കുടുംബത്തെയടക്കം ബന്ദിയാക്കി വെള്ളം കൊടുക്കാമെന്നു, കുട്ടികളെ കൊന്നു. അവസാനം നിഷ്ഠൂരമായി കൊലപാതകം നടത്തി. ഹുസൈൻ റളിയല്ലാഹു അൻഹു നല്ല മരണോ ചീത്ത മരണോ? ആരാണ് ഹംസ റളിയല്ലാഹു അൻഹു നല്ല മരണോ ചീത്ത മരണോ? റളിയല്ലാഹു അൻഹു ആണ്. കണ്ണ് ചുഴന്നെടുത്ത്, ചെവി മുറിച്ചെടുത്ത്, മൂക്ക് മുറിച്ചെടുത്ത്, ശരീരത്തിൽ ആന്തരാവയങ്ങൾ പുറത്തേക്കെടുത്ത് ചവച്ചു തുപ്പി. അങ്ങനത്തെ ഒരു മരണത്തെ പറ്റി നമ്മളെ അഭിപ്രായം എന്താ? മോശപ്പെട്ട മരണല്ലേ? അതുകൊണ്ടാണ് വിശ്വാസം ശരിയാകണം. ലോകത്ത് വണ്ടി കുത്തി മരിച്ചാലും, ഇടിവെട്ടേറ്റ് മരിച്ചാലും, ലോകത്തെങ്ങനെ മരിച്ചാലും, ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വാസവും സൽക്കർമ്മവും ഉണ്ടോ അവൻ തൗഹീദുള്ളവനാണ്, അവന് സ്വർഗാവകാശിയാണ്. നാട്ടുകാർ മുഴുവനും ഉണ്ടായി, ഭരണാധികാരികൾ മയ്യത്ത് നിസ്കരിച്ച്, നാട്ടിലത്തെ 10,000-കണക്കിന് ആളുകൾ അതിനുവേണ്ടി മുദ്രാവാക്യം വിളിച്ചാലും ദീനിയല്ലേ, അയാൾ നരകത്തിലാണ്. ഇതാണ് ദീൻ, ഇതാണ് ഇസ്ലാം. പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, എന്റെ രക്ഷിതാവ് അല്ലാഹയാണെന്ന് പ്രഖ്യാപിക്കുക. സുമ്മസ്തഖാമു, പിന്നെ ആ ദീനിൽ അടിയുറച്ചു നിൽക്കുക. ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല, അവർക്കൊരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല. ഉലൈക അസ്ഹാബുൽ ജന്ന, അവരാണ് സ്വർഗവാസികൾ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, തഖുല്ലാഹ ഇബാദ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരുടെ അടക്കം ഈ ഭാഗത്തെ പറ്റി വളരെ ക്ലിയറായ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാണെന്ന് പറയാൻ. ഗൾഫിൽ നിന്ന് മരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അപകടത്തെ പറ്റി മരിക്കുമ്പോൾ നമുക്ക് ബേജാറാകണ്ട. തൗഹീദുണ്ടോ, ദീനിയാണോ, എങ്ങനെ മരിച്ചാലും പ്രശ്നമല്ല. എന്നാൽ ഇനി പറയാൻ പോണ ഒരു ഹദീസ് നമ്മൾ അത്ഭുതപ്പെടുത്തും. നബിന്റെ കാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ആൾക്കാർ ഇങ്ങനെ വിശ്വസിച്ചു. ശരിക്കിത് കേൾക്കണം കേട്ടോ. കുറച്ച് ആൾക്കാർ ഇങ്ങനെ വിശ്വസിച്ചു. എന്ത്? സ്റ്റാൻഡേർഡ് ആയിട്ട് മരിച്ചാലാണ് സ്വർഗം. സ്റ്റാൻഡേർഡ് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് എല്ലാരും ഇങ്ങനെ ഒന്ന് മേത്തൊന്നും പരിക്കൊന്നുമില്ലാതെ കുടുംബത്തിലൊക്കെ ഏശ കെട്ടാണ്ട് മരിച്ചാലാണ് സ്വർഗം എന്നൊരു ധാരണ വന്നു. അതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസ്, ഈ ഹദീസിന്റെ ആശയം മറക്കരുത്. ഈ പറഞ്ഞ വിഷയത്തിന്റെ രത്നച്ചുരുക്കം ഈ ഹദീസിലുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാട്ടോ, മൻ ഖുത്തില ഫീ സബീലില്ലാഹി ഫഹുവ ഷഹീദുൻ, ആരെങ്കിലും അള്ളാന്റെ മാർഗത്തിൽ പോരാടി മരണപ്പെട്ടു പോയാൽ അയാൾ ഷഹീദാണ്. ബദറിൽ പങ്കെടുത്തത്, ഉഹദിൽ പങ്കെടുത്തതൊക്കെ ഷഹീദാണ്. സംശയമുണ്ടോ? സംശയമല്ല. ഷഹീദ് എന്ന സാധാരണ ദറജയൊന്നുമല്ല, ഏറ്റവും ഉത്കൃഷ്ടമായ ദറജയാണ്. അടുത്ത വാക്കിട്ടോ, വമൻ മാത ഫീ സബീലില്ലാഹി ഫഹുവ ഷഹീദ്, അള്ളാന്റെ മാർഗത്തിൽ മരണപ്പെട്ടവൻ ഷഹീദാണ്. വൽ മത്ഊനു ഷഹീദ്, മഹാമാരിയിൽ മരണപ്പെട്ടവൻ ഷഹീദാണ്. പ്രകൃതി ദുരന്തം, വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, ഇടിവാള് തട്ടുക, അങ്ങനെ മരണപ്പെട്ടു പോയവൻ തൗഹീദ് ഉണ്ടെങ്കിൽ, വിശ്വാസിയാണെങ്കിൽ അയാൾക്ക് ഷഹീദാണ്. വൽ മത്ഊനു ഷഹീദ് വൽ മബ്തൂനു ഷഹീദ്, ഉദരരോഗം ബാധിച്ച് മരിച്ചവൻ ഷഹീദാണ്. വൽ ഗരിഖു ഷഹീദ്, വെള്ളത്തിൽ മുങ്ങി മരിച്ചവൻ ഷഹീദാണ്. വസ്വാഹിബുൽ ഹദ്മി ഷഹീദ്, കെട്ടിടപ്പണിക്കിടയിൽ താഴെ വീണ് മരിച്ചവൻ ഷഹീദാണ്. വൽ മർഅത്ത് ബിജുമുഇ ഷഹീദ, പ്രസവ സമയത്ത് ഒരു സഹോദരി മരിക്കുകയാണെങ്കിൽ അവളും ഷഹീദത്താണ്. ഇത്രയും മനോഹരമായൊരു ആദർശം ലോകത്ത് ഏതാ കൂട്ടര്? കെട്ടിടപ്പണിക്കിടയിൽ നിന്നൊരു സാധു മനുഷ്യൻ താഴേക്ക് വീണാൽ സാധാ മരണമല്ല, ഷഹീദിന്റെ മരണാണ്. തൗഹീദും അമലു സ്വാലിഹാത്തും ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ മനസ്സിലുണ്ടാകുക. എങ്ങനെ, ഏത് രൂപമെന്നോ എവിടെ വെച്ച് എന്നൊന്നല്ല പ്രശ്നം. പിന്നെയോ അയാൾ പടച്ചോനിൽ വിശ്വസിച്ച് മരിക്കുന്ന ആളാണോ,
സൽക്കർമ്മണ്ടോ, ദീനിയാണോ, അയാൾ എങ്ങനെ മരിച്ചാലും സ്വർഗമാണ്. പടച്ചോൻ വിശ്വാസല്ലേ, തോന്നിയാസായിട്ടാണോ, കുടുംബമോ നാടോ അങ്ങാടിയോ ജനിച്ച സ്ഥലമോ മരിച്ച സ്ഥലമോ ഒന്നും ഇസ്ലാമിന് പ്രശ്നമില്ല, അയാൾക്ക് നരകാണ്. മനസ്സിൽ ബോധ്യപ്പെടാൻ ഒറ്റ സംഭവം വരട്ടെ, ഒരൊറ്റ സംഭവം. ഒരാളെ കുറിച്ച് നമ്മോട് ചോദിക്കാൻ, നമ്മുടെ തെളിഞ്ഞ മനസ്സിൽ ചോദിക്കാൻ, നബി കുടുംബത്തിൽപ്പെട്ട നബിയോടൊപ്പം ജീവിച്ച നബിയുടെ ചോരയുള്ള ഒരാൾ പരിശുദ്ധമായ മക്കയിൽ റമളാൻ മാസം മരിച്ചാൽ അയാളുടെ വിധി എന്താ? നബി കുടുംബാണ്, നബിന്റെ ചോരയാണ്, നബിന്റെ കൂടെ ജീവിച്ചതാണ്, റമളാനിലാണ് മരിച്ചത്, മക്കത്തുനിന്നാണ്. നമ്മൾ സംശയലേശം എന്ന് പറയും സ്വർഗത്തിലാണ്. എങ്കിൽ അയാളുടെ പേരാണ് അബൂജഹല്. അയാളുടെ പേരാ അബൂജഹല്. അബൂജഹൽ നബി കുടുംബാണ്, നബിന്റെ കൂടെ ജീവിച്ചതാണ്, റമളാനിലാണ് മരിച്ചത്, മക്കത്തുനിന്നാ മരിച്ചത്. അബൂദർദാ റളിയല്ലാഹു അൻഹു എവിടുന്നാ മരിച്ചാൽ ഞങ്ങളെ? മരുഭൂമിന്ന് ഒറ്റക്ക്, ഒരു മനുഷ്യല്ല. അബൂദർ ഗിഫാറുല്ലാഹു മരുഭൂമിന്ന് ഒറ്റക്ക്, ഒരാളില്ല, വെള്ളം കൊടുക്കാൻ പറ്റും, വർത്താനം പറയാൻ, കെലിമല്ലി കൊടുക്കാൻ ഒരാളില്ല. യാത്രാസംഘം അബൂദർ ഗിഫാറുല്ലാഹിനെ കണ്ടു, മരിച്ചടക്കണ്. ആ യാത്രാസംഘത്തെ അള്ളാഹ് എത്തിച്ചതാണ് അദ്ദേഹത്തിന്റെ മയ്യത്ത് നിസ്കാരം കിട്ടാൻ വേണ്ടി. അവർ മറമാടി മയ്യത്ത് നിസ്കരിച്ച് തിരിച്ചു വന്നു. നബിനോട് പറഞ്ഞു, അബൂദർ ഗിഫാറുല്ലാഹിന്റെ മയ്യത്യങ്ങൾ നിസ്കരിച്ചു മറമാടി വരികയാണ്. എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കറിയോ? അബൂദർ ഒറ്റക്ക് ഇസ്ലാമിലേക്ക് വന്നതാണ്. അവൻ ഒറ്റക്ക് തന്നെ ഈ ദുനിയാവിൽ നിന്ന് പോയി. അവൻ ഒറ്റക്കായി അള്ളാഹുവിന്റെ സ്വർഗത്തിലും ഞാൻ അവനെ കാണുന്നു. ഒറ്റ കുട്ടി നിസ്കരിക്കാനല്ല, ഒരൊറ്റ കുട്ടി മറമാടല്ല. ഇതൊക്കെ എന്തിനാ പറയണ അറിയോ? നമുക്ക് കുറച്ചു കാല ജീവിതമുണ്ട്. ഭാഗ്യപരീക്ഷണവും ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും മരിച്ചു അയിമക്ക് നോക്കി നിൽക്കരുത്. നമുക്കാകെ കുറച്ച് കാലമുള്ള ആ കാലം അള്ളാഹുവിന് പരമാവധി ഇഷ്ടപ്പെട്ട അമലുകൾ ചെയ്ത് തൗഹീദിൽ നിന്ന് മാറാതെ അവനാന്റെ കച്ചവടത്തിലും അവനാന്റെ ഇബാദത്തിലും അവനാന്റെ ജോലിയിലും ഹറാമുകൾ ചെയ്യാതെ ഭക്തിയോടുകൂടി ജീവിച്ചാൽ നമ്മൾ എവിടെ എങ്ങനെ മരിച്ചാലും, യന്ത്രത്തിന്റെ ഉള്ളിൽ കുടുങ്ങി മരിച്ചാലും അള്ളാഹുവിന്റെ മലക്കൾ നമ്മുടെ അടുക്കലേക്ക് വരും. പട്ടിന്റെ പുടവ കൊണ്ട് പൊതിയും. എന്നിട്ട് മലക്കുകൾ നമ്മൾക്ക് വേണ്ടി സലാം പറയും. അള്ളാഹു നമ്മളെ സുന്ദരമായ സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അവിടെ അള്ളാഹുവിനെ നമ്മൾക്ക് നേരിട്ട് കാണാനുള്ള തൗഫീഖ് പടച്ചോൻ നമ്മൾക്ക് നൽകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ കുടുംബത്തിന് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു ഈ ലോകത്ത് എവിടെ വെച്ചും എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും തൗഹീദുള്ളവരായി ഈമാനുള്ളവരായി നിന്റെ തൃപ്തിയുള്ളവരായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ ഒരിക്കലും നരകാവകാശിയായി ദുനിയാവിൽ നിന്ന് വിട പറയേണ്ടി വരുന്ന ദുരന്തത്തിൽ നാഥ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നാഥ നീ സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ നാടിനെ സമാധാനം നിലനിൽക്കുന്ന നാടാക്കി നീ മാറ്റി തീർക്കണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ നാടിനെ സമാധാനം നിലനിൽക്കുന്ന നാടാക്കി മാറ്റി തീർക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ നാടിനെ സമാധാനം നിലനിൽക്കുന്ന നാടാക്കി മാറ്റി തീർക്കണമേ റഹ്മാനെ. അള്ളാഹുവെ SSLC അടക്കം +2 അടക്കം വ്യത്യസ്തങ്ങളായ പരീക്ഷകളുടെ റിസൾട്ടുകൾ കാത്തിരിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് നാഥ സമാധാനവും സന്തോഷവും നൽകുന്ന നല്ല റിസൾട്ടുകൾ നീ സമ്മാനമായി നൽകണമേ റഹ്മാനെ. അവർക്ക് നാഥ ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കുന്ന ഉന്നതങ്ങളിലേക്ക് അവരെ നാഥ നീ അവരെ തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ ഗൾഫ് നാടുകളിലും ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലും കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരുപാട് സഹോദരീ സഹോദരങ്ങളുടെ നാഥ അവർക്കെല്ലാം സമാധാനവും സമാശ്വാസവും സ്വർഗവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളെ എല്ലാവരെയും നീ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. اللهم اغفر للمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين.